ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ ആട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയല്ല, അടുത്ത ദിവസം എല്ലാവരും പൂജയൊക്കെ വെക്കാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ദിവാലിയൊക്കെ വരും. ഇതൊക്കെ നമുക്ക് ഓരോ ഫങ്ഷൻസ് അല്ലേ. അപ്പൊ ഈ ഫങ്ഷൻസിനൊക്കെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ എന്താ വേണ്ടേ? നന്നായിട്ട് ആദ്യം എല്ലാവരും വീട്ടിൽ കയറി വരുമ്പോൾ നല്ല സോഫയിൽ ഇരിക്കും കേട്ടോ. ആ സോഫയിൽ ഇരിക്കുമ്പോൾ നല്ല കുഷ്യൻ കവേഴ്സും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എല്ലാം നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? അടുത്ത് നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും. അപ്പൊ നല്ല ടേബിളിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ടേബിൾ റണ്ണേഴ്സ് ഇത് ഇപ്പൊ ഒരു സെറ്റായിട്ട് നമുക്കുണ്ട്. അതായത് ടേബിൾ മാറ്റിന്റെ ഒരു 6 പീസ് ഉണ്ടാകും. പിന്നെ നല്ല ഒരു ടേബിൾ റണ്ണർ ഉണ്ടാകും. ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത നല്ല ടേബിൾ റണ്ണേഴ്സ് ആട്ടോ. 6 സീറ്റർ തുടങ്ങി 8 സീറ്റർ വരെ ഇടാൻ പറ്റുന്ന ടേബിൾ റണ്ണേഴ്സ് ആണ് കേട്ടോ. എന്ത് രസം! ഇതിന്റെ ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി എല്ലാവർക്കും നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് കട്ടിലൊക്കെ നല്ല വിരിക്കണം, നമ്മുടെ പാത്രങ്ങൾ നന്നായിട്ട് കഴുകി കമത്തി വെക്കണം. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാട്ടോ. അപ്പൊ നിങ്ങൾ എന്നോട് ഒരു പ്രോഡക്റ്റ് ചോദിച്ചായിരുന്നു. ആ പ്രോഡക്റ്റ് ഞാൻ വേഗം തരുന്നതായിരിക്കും. അത് നമുക്ക് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തതായിട്ട്. എല്ലാ ദിവസവും നമുക്ക് അതിന്റെ മെസ്സേജും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ നല്ല ഇന്നുള്ള 695 നല്ല കുരുകുരാന്നൊക്കെ ഉള്ള പൂക്കളുള്ള ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ ചെയ്ത ബെഡ്ഷീറ്റ് ആണെങ്കിൽ അടിപൊളിയല്ലേ. ഞാനിപ്പോൾ ആലോചിക്കും, പക്ഷെ ഇതിൽ എംബ്രോയിഡറി ഒന്നും അല്ല. ഇത് ആക്ച്വലി നമ്മുടെ 695 ഡെയിലി യൂസ് ബെഡ്ഷീറ്റ് ആണ്. സൈഡ് ബോർഡർ ഈ കളറ്. ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആട്ടോ. എല്ലാം അടിപൊളി ബെഡ്ഷീറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. 690. ഇതിന്റെ പില്ലോ കവറിന് നിങ്ങൾ സൈസ് ഓർക്കും. അയ്യോ, പില്ലോ കവറിന്റെ സൈസ് ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണല്ലോ എന്ന് ഓർക്കും കേട്ടോ. ചെറുതൊന്നും അല്ല, നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാട്ടോ നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവറൊക്കെ ഉള്ളത്. ഇനി നല്ല പൂക്കൾ വേണം, ചെളി വെട്ടിയാൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. അതായത് കുനുകുനാന്നുള്ള പൂക്കളായിരിക്കും, പക്ഷെ വിരിച്ചിട്ടാൽ നല്ല രസമായിരിക്കും. ചെളി വെട്ടിയാൽ അറിയത്തില്ല. നല്ല റെയർ കളർ കോമ്പിനേഷനിൽ സൈഡ് ബോർഡർ എന്താ പറയുന്നത്, നല്ലൊരു സാരിയൊക്കെ ഇതുപോലത്തെ കളർ സാരി കൊടുത്തിട്ട് സൈഡ് ബോർഡർ സിൽവർ ഒക്കെ ആകുമ്പോൾ അടിപൊളിയാലേ. അതുപോലെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള സാരി അല്ല കേട്ടോ, ബെഡ്ഷീറ്റ് നല്ല ഭംഗിയായിട്ടുള്ള 695 രൂപയ്ക്ക് നല്ല അടിപൊളി ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. 2 വലിയ പില്ലോ കവേഴ്സ് എന്തായാലും അതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ക്രിസ്മസ് വരുവാണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശരിയായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പക്ഷെ ബെഡ്ഷീറ്റുകൾ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ സ്റ്റാർസ്, അതായത് നമ്മൾ എപ്പോഴും ഈ സ്റ്റാർ എനിക്ക് തോന്നുന്ന മാസത്തിൽ ഒരു പ്രാവശ്യം കാണിക്കും, പക്ഷെ എന്നാലും നമുക്ക് അതിനോടുള്ള ഇഷ്ടം മാറുന്നില്ല കേട്ടോ. ഇതുപോലെ നല്ല സ്റ്റാർസ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്. സൈഡ് ബോർഡർ ഈ പ്രാവശ്യത്തെ കളർ ഈ ഒരു കളറാട്ടോ, ഒരു ബ്രിക്ക് കളറാണ്. അതായത് നമുക്ക് റെഡ് അല്ല, ബ്രിക്ക് കളറാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാർ. അതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഒരു ചുമപ്പും അല്ലാത്ത ഒരു കളറാണ്. ഇത് നല്ലൊരു കളറാട്ടോ. ചുമപ്പല്ല, പക്ഷെ കണ്ടാ ഇത് ചുമപ്പാന്ന് തോന്നും, പക്ഷെ നല്ല ഭംഗിയായിട്ട് അകലെ നോക്കിയാലും നല്ല ഭംഗി. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് കാണാന്. സൈഡ് ബോർഡർ കണ്ടിട്ട് ഈ ഒരു ഷീറ്റ് ആട്ടോ. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഷീറ്റും നല്ല കളർഫുൾ ആണ്, നല്ല രസമായിട്ടുള്ള ഷീറ്റ് ആട്ടോ. ഇനി അടുത്ത് വരുമ്പോൾ കുറച്ച് കളർഫുൾ അല്ല, പക്ഷെ കളർഫുൾ അല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഇത് കണ്ടോ നല്ല 2 വലിയ പില്ലോ കവറ്, നല്ല 2 വലിയ പില്ലോ കവറ്. ഇത് കണ്ടോ ഇനിയുള്ള ഷീറ്റ് നല്ലൊരു ഷീറ്റ് ആട്ടോ. ഇതിന്റെ ഷീറ്റുകൾ എനിക്ക് തോന്നുന്നത് കളർ ചേഞ്ച് ആയിട്ടുള്ള നമ്മുടെ കൂടെ നല്ല ലേസ് ഒക്കെ വെച്ചൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം നല്ല തിക്ക് കോട്ടൺ ആണ്. നമുക്ക് വാഷിംഗ് മെഷീൻ കഴുകാം, അല്ലാതെയും കഴുകാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ബെഡ്ഷീറ്റിന്റെ സൈസ് വലുതാന്ന് ഓർത്ത് ഒരുപാട് സോപ്പ് പൊടി, ഒരുപാട് ലിക്വിഡ് ഒന്നും വലിച്ചു വാരിയിടരുത്. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നരച്ചു പോകും. അപ്പൊ ആവശ്യത്തിനുള്ള ബെഡ്ഷീറ്റിന് ആവശ്യമുള്ളത് നമുക്കൊരു അറിയാമല്ലോ, ഇത് സോപ്പ് പൊടി ഇതാണ്, ഈ ലിക്വിഡ് ഇതാണ്. അപ്പൊ ഒരു ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പം ചെളി അങ്ങനെയൊന്നും പറ്റാറില്ല എന്നാ എനിക്ക് തോന്നുന്നു. എല്ലാവരും വീട്ടിൽ ഇപ്പൊ ഒന്നും അങ്ങനെ അത്ര പറ്റത്തൊന്നുമില്ല. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല ഭംഗിയായിട്ട് ബെഡൊക്കെ വിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് കോർണറിലൊക്കെ ചെളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. ബെഡ്ഷീറ്റിന്റെ അല്ല, വീടിന്റെ കോർണറിലൊക്കെ നമ്മളെപ്പോഴും മറന്നു പോകുന്ന സ്ഥലമായിട്ട് എല്ലാം അടിക്കും, പക്ഷെ കോർണറൊക്കെ അടിക്കാൻ ഭയങ്കര മടിച്ചായിട്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോർണറൊക്കെ അടിച്ച് നല്ല മിടുക്കരായിട്ട് ഇരിക്കണം കേട്ടോ. താങ്ക് യു.